പ്രാണികളെയും മറ്റ് ചെറിയ ജീവികളെയും പിടിച്ചു തിന്നുന്ന ചില സസ്യങ്ങളുണ്ട്. ഇവയെ മാംസഭോജി സസ്യങ്ങൾ അല്ലെങ്കിൽ കാർണിവറസ് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നു. ഇവ എന്തിനാണ് പ്രാണികളെ തിന്നുന്നത് എന്നറിയാമോ? സാധാരണയായി നൈട്രജൻ വളരെ കുറഞ്ഞ മണ്ണിലാണ് ഇത്തരം ചെടികൾ വളരുന്നത്. ചെടികളുടെ വളർച്ചയ്ക്ക് നൈട്രജൻ അത്യാവശ്യമാണ്. മണ്ണിൽ നിന്ന് ലഭിക്കാത്ത ഈ പോഷകം പ്രാണികളെ ദഹിപ്പിക്കുന്നതിലൂടെയാണ് ഇവ നേടിയെടുക്കുന്നത്. പ്രധാനപ്പെട്ട ചില മാംസഭോജി സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പിച്ചർ ചെടി. ഇതിന്റെ ഇലകൾ ഒരു ചെറിയ കൂജയുടെ ആകൃതിയിലുള്ളതാണ്. ഇതിനുള്ളിലെ വഴുക്കലുള്ള ദ്രാവകത്തിൽ വീഴുന്ന പ്രാണികളെ ചെടി ദഹിപ്പിക്കുന്നു. വീനസ് ഫ്ലൈ ട്രാപ്പ്. ഇതിന്റെ ഇലകൾ ഒരു കെണി പോലെയാണ്. ഇലയുടെ ഉള്ളിൽ പ്രാണികൾ വന്നിരുന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഇലകൾ കൂട്ടിയടയുകയും പ്രാണികൾ കുടുങ്ങുകയും ചെയ്യുന്നു. സൺഡ്യൂ ചെടിയുടെ ഇലകളിൽ മഞ്ഞുതുള്ളി പോലെ കാണപ്പെടുന്ന ഒട്ടിപ്പിടിക്കുന്ന ദ്രാവകമുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന പ്രാണികൾക്ക് പറന്നുപോകാൻ കഴിയില്ല. മറ്റൊന്നാണ് ബ്ലാഡർ വോട്ട്. ഇവ വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളാണ്. വെള്ളത്തിലെ ചെറിയ ജീവികളെ വലിച്ചെടുക്കാൻ ഇവയ്ക്ക് ചെറിയ സഞ്ചികളുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചെടികൾക്കും മറ്റ് സസ്യങ്ങളെപ്പോലെ സൂര്യപ്രകാശം ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. എങ്കിലും പോഷകക്കുറവ് നികത്താൻ വേണ്ടിയാണ് ഇവ പ്രാണികളെ വേട്ടയാടുന്നത്.